ശീല പ്രഭുപാദിന്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യമാണ്. വോളിയം 7 കാര്യമാണ്. ശീല പ്രഭുപാദ് മെക്സിക്കോയിലുണ്ടായിരുന്ന സമയത്ത് ഉള്ള ഒരു ഇതാണ്. മെക്സിക്കോയിലെ ഡിവോട്ടീസിന് പ്രഭുപാദ് പറയുന്നത് മനസ്സിലാകത്തില്ല. അപ്പം എപ്പോഴും ട്രാൻസ്ലേഷനാണ് ചെയ്യുന്നത്. മെക്സിക്കോയിലെ ലീഡർ, ഇസ്കോണിന്റെ ലീഡർ ഹൃദയാനന്ദ മഹാരാജാണ്. അപ്പം മഹാരാജ് എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ പ്രഭുപാദ് ഒരു ദിവസം മോർണിംഗ് വാക്കിന് പോയ സമയത്ത് ഈ ഡിവോട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു. ഈ ഡിവോട്ടീസ്, ഈ മെക്സിക്കൻ ഡിവോട്ടീസ് ഭയങ്കര നിഷ്കളങ്കരായിട്ട് ഡിവോട്ടീസാണ്. അവർക്ക് പ്രഭുപാദിനെ കണ്ട ഭയങ്കര ഒരു റെസ്പെക്റ്റും ഒരു ബഹുമാനവും ഇതൊക്കെയാണ്. അപ്പോൾ പ്രഭുപാദ് ഇങ്ങനെ മോർണിംഗ് വാക്ക് നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ബെഞ്ചിൽ ഇരിക്കുമ്പോഴത്തേനും അവരെല്ലാം വന്ന് ചുറ്റും കൂടിയിരുന്ന് ഇങ്ങനെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത്രയും റെസ്പെക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പ്രഭുപാദ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു യൂക്കാലിപ്റ്റസ് മരം കണ്ട്, വലിയ പൊക്കമുള്ളൊരു മരമാണ്. പ്രഭുപാദ് സാൻ ഫ്രാൻസിസ്കോ തൊട്ട് ഈ ഇന്ത്യയിൽ വെച്ച് പ്രഭുപാദ് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വേപ്പിന്റെ ചില്ലയാണ്. അപ്പോൾ അവിടെ വെച്ചപ്പോൾ അത് വേപ്പ് അത് കിട്ടത്തില്ല. അതുകൊണ്ട് യൂക്കാലിപ്റ്റസിന്റെ ആ കമ്പ് യൂസ് ചെയ്യുമായിരുന്നു പ്രഭുപാദ്. അപ്പോൾ പ്രഭുപാദ് ഇങ്ങനെ ഇത് വന്ന് ഈ മരത്തിന്റെ നോക്കിയപ്പോഴത്തേന് മുകളിലൊരു ചില്ല കണ്ടിട്ട് പ്രഭുപാദ് പറഞ്ഞു, എനിക്ക് ആ കൊമ്പ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഹൃദയാനന്ദ മഹാരാജ് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് പ്രഭുപാദിന് ആ ഒരു കൊമ്പ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 മെയിൽ ഡിവോട്ടീസ് 3 ഇങ്ങനെ ഒരുമിച്ച് നിന്ന് വേണ്ട 2 പേര് അതിന്റെ മുകളിൽ നിന്ന്, പിന്നെ ഒരാൾ അത്ര വെയിറ്റ് ഇല്ലാത്ത ഒരാൾ അതിന്റെ മുകളിലും കയറി. അപ്പം ജസ്റ്റ് എന്നാലും 1-2 ഫീറ്റ് അപ്പുറത്താണ് അത് പിടിക്കാനായിട്ട് പറ്റും. അവർ ശ്രമിച്ചപ്പോഴത്തേനും തറയിൽ വീണ്, എല്ലാവരും കൂടെ വീണ്. അപ്പം വെള്ളമാണ്, അപ്പം എല്ലാം ശരീരത്തിലെല്ലാം വെള്ളം ഇതെല്ലാം ആയി. അപ്പം ഹൃദയാനന്ദമാര് വീണ്ടും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എടുക്കാനായിട്ട്. അങ്ങനെ 2-3 വട്ടം അവര് വീണ്ടും ഇത് ശ്രമിച്ച് വീണ്ടും പരാജയപ്പെട്ടു. വീണ്ടും തറയിൽ വീണു. അവസാനം 4ാമത്തെ വട്ടം അവര് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കുറച്ചും നേരം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് പിന്നെയും കയറിയിട്ട് നോക്കിയപ്പോൾ ആ ചില്ല ഒടിച്ചെടുത്തിട്ട് ആ ഡിവോട്ടീസ് ഒന്ന് ഹൃദയാനന്ദ മഹാരാജിന് കൊടുത്തു. ഹൃദയാനന്ദ മഹാരാജ് റെസ്പെക്ട്ഫുള്ളി പ്രഭുപാദിനും അത് കൊടുത്തു. പ്രഭുപാദ് ആ ചില്ല കുറെ നേരം ഇങ്ങനെ നോക്കിയിട്ട് എടുത്ത് ഇങ്ങനെ കളഞ്ഞിട്ട് പ്രഭുപാദ് തിരിച്ചുപോയി. അപ്പം ഹൃദയാനന്ദ മഹാരാജ് അതിനകത്ത് പറയാണ്, പ്രഭുപാദിന് ആ കൊമ്പിന്റെ ആവശ്യമില്ല, പക്ഷെ ആ എല്ലാ ഭക്തന്മാരും ഒത്തൊരുമിച്ച് ആധ്യാത്മിക ഗുരുവിനെ സേവനം ചെയ്യുന്നത്, അത് ആ ഒരു പ്രോസസ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് പ്രഭുപാദ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഹൃദയാനന്ദ മഹാരാജ് അവിടെ സത്സ്വരൂപ മഹാരാജ് പറയുന്നുണ്ട്. അപ്പം സ്പിരിച്വൽ മാസ്റ്ററും ചില കാര്യങ്ങൾ വലിയതായിട്ട് ചെയ്യാനും ഒത്തൊരുമിച്ച് ചെയ്യാനും ഒക്കെ പറയുന്നത് അദ്ദേഹത്തിന് ആ സേവനം കിട്ടാൻ വേണ്ടിയല്ല, ആ ഒരുമിച്ചുള്ള സേവനം ചെയ്യുമ്പം ആ ഒരു കോപ്പറേറ്റീവ് മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കൂടെ വേണ്ടിയാണ് അവരങ്ങനെ പറയുന്നത് എന്നുള്ളത് ഈ ഒരു പാസ്റ്റ് ടൈമിൽ നിന്ന് മനസ്സിലായി എന്നുള്ളത് സത്സ്വരൂപ മഹാരാജ് പറയുന്നു.